ഒളിച്ചു വെക്ക് നോക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇതാണ് രഞ്ജു ചേച്ചി, ഞങ്ങളെ കസിനാണ്, അച്ഛൻ്റെ ചേച്ചീൻ്റെ മോളാട്ടോ. നമ്മളൊരു 3 വർഷമായിട്ട് മിണ്ടൂലായിരുന്നു, പിണങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു സീനാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. നമുക്ക് അത്ര അടുപ്പമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ അടുപ്പുള്ള ആൾക്കാരുടെ അടുത്തല്ലേ നമുക്ക് പിണങ്ങിക്കഴിഞ്ഞാൽ മിണ്ടാനൊക്കെ ബുദ്ധിമുട്ട്. ഞങ്ങൾ പ്രോപ്പർ കോഴിക്കോട്ടുകാരാട്ടോ. എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 5 വർഷമായിട്ടുള്ളൂ, ഹോൾ ഫാമിലി ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ബാക്കി എല്ലാവരും ഉള്ളത് കോഴിക്കോടാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ മിണ്ടാൻ വേണ്ടിയിട്ട് ഇത്ര സമയം എടുത്തതും. കണ്ണകന്ന മനസ്സകലെന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് കോൾ ചെയ്താലോ ഒരു മെസ്സേജ് അയച്ചാലോ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ സെയിം ബ്ലഡ് അറിയാലോ, വാശി. നമ്മൾ ആരും അതിനുള്ളൊരു എഫേർട്ട് എടുത്തില്ല, ഇത്രയും കാലം എടുത്തു അതിന് വേണ്ടിയിട്ട്. കണ്ടപ്പോൾ എല്ലാം ബാക്ക് ടു നോർമൽ, എല്ലാം പഴയതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഞങ്ങള് എവിടെയും പുറത്ത് വിടുന്നതല്ല. പക്ഷെ ചേച്ചിന് ആർക്കും അറിയൂല. മറന്നു പറ ഓടിച്ചോ കാണിക്കാൻ. ഞങ്ങൾ കസിനെ ചേച്ചി, ഞങ്ങൾ 3 കൊല്ലമായിട്ട് അടിയായിരുന്നു. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇത്ര പൈസ കിഡോ എന്ന് കാണിച്ചു കിഡോന് നിങ്ങൾക്കൊക്കെ അറിയാലതൊക്കെ. അയ്യോ ഈ ഫോൺ പിടിച്ചു. ഓക്കെ, അപ്പൊ ഞങ്ങളെ വിളിക്കാണ്ട് ഇവര് മറ്റേ വീട്ടിൽ കൂടലൊക്കെ നടത്തി. വിഷമില്ല, വിളിച്ചാലും വരൂല. പക്ഷേ എന്തായാലും ഒന്ന് അറിയിക്കായിരുന്നു. പക്ഷെ വീട് കാണിക്കാൻ ബാക്ക് ക്യാം എടുക്കാം കേട്ടോ. ഗസ്റ്റുകൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഈ റൂമിലാണ് ഞാൻ കാണട്ടെ. ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കട്ടെ. ഒരു മിറർ, ഗസ്റ്റ് മിറർ ഉണ്ട്. ഏട്ടൻ എവിടെയാ? അപ്പുറത്തെ അതൊക്കെ കബോർഡ് ഉണ്ട്. അയ്യോ നമ്മള് ബാഗിലെല്ലാം ആരാ കടപ്പുള്ളത്? ഞാനിവിടെ ഇല്ല. അതൊക്കെ ഏട്ടാ ആ ബാഗിനുള്ള സാധനമൊക്കെ ഇതിലേക്ക് കയറ്റണം നമുക്ക്. വാഷ് ബേസിൻ and we have a room and what എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താ അറിയോ? പാരച്യൂട്ട്. അല്ല, ഗുഡ് ഫോർ ഹെൽത്ത്. കോക്കനട്ട് ഓയിൽ ഗുഡ് ഫോർ സ്കിൻ. മോനെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, സൂപ്പർ. ഓണോ ഏട്ടാ ഈ ലൈറ്റ് ഒക്കെ ശ്രദ്ധിച്ചോ? ഓ ബ്യൂട്ടിഫുൾ. ബൂത്തുള്ളൊക്കെ ഇതെന്താ ഇതൊക്കെ എവിടുന്ന്? ഓക്കെ ഓക്കെ. മുകളിൽ പോയോ? താഴെ ഒരു റൂം അല്ലേ? ഓക്കെ. H17 Proയില് ഏട്ടന്റെ ഫോണില് മൈക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല. മൈക്ക് പോലെ എന്തൊക്കെ സെറ്റപ്പ് ഒക്കെ ഇതില് വീടാട്ടോ. ഹായ്, ഇവിടെ ഉറങ്ങിയില്ല. ഇവിടെ കിടക്കട്ടെ ചോദിച്ചപ്പോഴേക്ക് സംശയം തോന്നിയായിരുന്നു. എന്തോ കുണുകുണു കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. റൂമാ? മിസ്റ്റർ ബെഡ്റൂം. ബിരിയാണിന്റെ മണോ? യൂണിക്കോൺ. മിയം യൂണിക്കോണിന്റെ ആളായിരുന്നോ? ഓക്കെ ഓക്കെ. കബോർഡ് ഉണ്ട്. എന്താ പറയുക, ഞങ്ങള് മുന്നേ സാധനങ്ങളൊക്കെ നാളെ സ്കിൻ കെയർ അത് വേറൊരു വ്ളോഗ് തന്നെയാ. സ്കിൻ കെയർ വ്ളോഗ്. അറബിക്കിന്റെ പെർഫ്യൂമാണ്. ഓ നാളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, വേറെ വ്ളോഗിൽ കാണിക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഷർട്ട്സ്, ടീ-ഷർട്ട്സ്, this is all from Gucci, LV, you know, luxury people guys, sorry. Okay. And we have bathroom. Same kakusan.
ഓ ശരി 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 ദാ, ഞാൻ മറ്റേത് കട്ട് ചെയ്തിടാം. ഇത് വേണ്ട. Sorry, yes. ഓ ഇവിടെ Sorry, we have a chocolate here. മിറർ ഉണ്ട്, മിറർ കാണിക്കും. We eat chocolates. അയ്യോ പോയി, അത് പോയി. ഏട്ടാ മിറർ കാണിക്കടോ. Mirror കാണിക്കാതെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഏതൊക്കെ? ഓ നൈസ്. Oh my god, I'm looking so beautiful, bro. Okay, next. Come on, let's go. അടുത്ത ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതൊക്കെ മേക്കുട്ടി, ഇതൊക്കെ ഞങ്ങൾ ബ്ലോഗിൽ ഞങ്ങൾക്ക് മറ്റേ ഇവരൊക്കെ ഞങ്ങൾ സ്വന്തം ആൾക്കാരട്ടോ. ഞങ്ങൾ 3 കൊല്ലമായിട്ട് മുണ്ടാത്തിനെ കൊണ്ട് നിങ്ങൾ അറിയാണ്ട് പോയതാ. മാസ്റ്റർ ബെഡ്റൂം. ഓ ഇത് മേക്കുട്ടിന്റെ ബെഡ്റൂം കേട്ടോ. ഇതാണ് ലെറ്റർ സ്പേസ്. ഓ ഗോഡ്, ഒറ്റ മോളെ അതിന്റെ ഗുണം. This is Turkish brown. We imported this color from Europe. Europe? It's name called Italy. And എടി നീ പറഞ്ഞ നിനക്ക് ഈ കളർ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞതല്ല, ഫുൾ അമ്മയാ? നിന്റെ റൂമല്ല നിന്റെ ഇഷ്ടത്തിന്? light mirror. ഓ നാളെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലും മേക്കുട്ടി. It's an application of Indian community. അമ്മല് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നറിയോ? അല്ല അവള് കുഞ്ഞായിരുന്നല്ലോ. ഓക്കെ നെക്സ്റ്റ്. ഏതിന്റെയാ? ബ്ലൂ സ്റ്റാർ. അപ്പൊ ക്ലീൻ ചെയ്യണ്ട? ആള് പോരായിരുന്നു. നമ്മളെ ഇയാള് പോരായിരുന്നു. പണിക്കാരനോ? ഇത് മാത്രം ബ്ലാക്ക് ആയിരുന്നു. ഓക്കെ ഇനി എന്തായാലും ബാൽക്കണി ഉണ്ടോ? ബാൽക്കണി പോയി ടെറസ് വേറെ ഉണ്ട്. ടെറസ് ബാൽക്കണി ഉണ്ട്, പക്ഷെ വലിയ സ്പേസ് ഇല്ല. അടുക്കള നമ്മൾ ചെയ്തില്ലേ, ഐ മീൻ സ്റ്റാർട്ട് ചെയ്തില്ലേ? ബാൽക്കണി പക്ഷേ ഇവിടെ അമ്മ കാണുന്നത്. ഞങ്ങൾ 3 കൊല്ലം കാണുമ്പോ മേക്കുട്ടി ഞങ്ങൾക്ക് കുഞ്ഞായിരുന്നു, പക്ഷെ ഇവിടെ ഇപ്പൊ വലിയ മോളാ. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും, അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യും. കാണാൻ പറ്റില്ല, രാവിലെ കാണിക്കാം കേട്ടോ. ഓ വെരി സ്മോൾ ടൈനി, ഭയങ്കര ഇത് എവിടെയാ വരുന്നത് പോയി മനസ്സിലായില്ല. നോക്കി ഇവിടെ എത്തിയ പോലും മനസ്സിലായി ഇത് ഏതാ സ്ഥലം. എനിക്ക് മേക്കുട്ടി ഞാൻ അതും ബ്ലോഗിൽ കാണിച്ചോട്ടെ. നിന്റെ ഫുഡിന്റെ എല്ലാം മേക്കുട്ടി ഉണ്ടാക്കിയ ഗീ റൈസും ചിക്കൻ കറിയും കഴിക്കാൻ പോവാ. കാണിക്കാം. മഞ്ഞക്കറി, ഇതോ ഇത് മീൻകറിയാ, കർമൂസക്കറി എന്നൊക്കെ. ഇത് കർമൂസക്കറി. ഓക്കെ ഓക്കെ കർമൂസക്കറി. ദാൽ. മേക്കുട്ടി ഉണ്ടാക്കിയ ചിക്കൻ കറി, മേക്കുട്ടി ഉണ്ടാക്കിയ റൈസ്. കഴിച്ചു നോക്കിട്ട് പറയാൻ അല്ലേ, നല്ലായിരിക്കും. മേക്കുട്ടിക്കല്ലേ ചെറുതിലെ തൊട്ടേ പണ്ട് തൊട്ടേ ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമാണല്ലോ, ചെറുതിലോട്ട് ഇഷ്ടമാണ്. ഏട്ടാ ഓളോ ചിക്കൻ കറി കഴിച്ചാൽ അതിനെന്താ, അവൾക്ക് ചെറുതിലോട്ട് ഏതെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അവൾക്ക്, അല്ലേ മേക്കുട്ടി? ചിക്കൻ കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നില്ല, ലൈക്ക് ഞാൻ വേറെ ഡിഷസ് ഉണ്ടാക്കുന്നത് അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിൽ അല്ല അല്ല ഇവള് ജെൻസിയും അല്ല, ജെൻ ആൽഫ എന്താ ഇവള് അതും ആയിരിക്കില്ല. 2011 അല്ലേ? സോറി ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇതില്ലേ ഓൾറെഡി എല്ലാരും റിവ്യൂ ചെയ്ത നല്ല ചിക്കൻ കറിയാ, നോർത്ത് ഇന്ത്യൻ എന്നൊക്കെ പറയുന്നത്. അത് പോയി ഞാൻ വീട്ടിലെ അമ്മയും പറയില്ല, അച്ഛനും ഇങ്ങനെ തന്നെ എപ്പോ ചെയ്യും. ഞാൻ എവിടെയെങ്കിലും ഫോൺ വെച്ചാൽ അപ്പൊ അവർക്ക് ആ വെള്ളം വേണോ, ഇപ്പൊ ഒരു ചിക്കൻ കറി വേണോ. നല്ല ചിക്കൻ കറിയാന്നാ പറഞ്ഞ ഞാൻ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം ബാക്കി കഥ കേട്ടോ. എല്ലാരും ഇപ്പൊ കഴിക്കുന്നുള്ളൂ, പക്ഷെ നല്ല. അങ്ങനെ പക്ഷേ പറയേണ്ട ആവശ്യം, രണ്ട് ക്ലിയർ. അപ്പൊ നമ്മളോട് പക്ഷേ പറയാൻ പാടില്ല. നാളെ ചക്ക എവിടുന്നേലും ഒപ്പിക്കും. ചക്കപ്പുരിക്കുണ്ടാകുന്ന നാളെ അവള് ഒറ്റപ്പെടലിന്റെ വേദന ഇവന് ഓന് ഇവന്റേതാണ് ഇവളതാണ് ഇതും ബ്ലാക്കും. ഓ ആ ബ്ലാക്ക് ഞാൻ പൊരിച്ചടിക്കാളെ. അതാ ഓറഞ്ച് മീൻ്റെ ഇത്ര ചെറിയ കുട്ടിയോ? കുട്ടൊന്നും
അല്ല ഇതും അതാണോ വേറെ വേറായിട്ടല്ല നമ്മളെടുത്ത്. ഇവര് വന്നിട്ട് കുട്ടികളായില്ല. പരിചയമില്ലാത്ത കുറെ അനാഥരെടുത്തു. എന്നിട്ടൊരു ക്രോസ് ബ്രീഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇവര്. ഇതുവരെ ഒന്നും ആയില്ല. അയ്യോ അതൊന്നും ഒരു കുട്ടി പോലും ഉണ്ടായില്ല. എത്രയാ വന്നിട്ട് എന്ത് ഇവര് വന്നിട്ട്? ഇട്ട് കൂടുതലാണ്. 3 മാസം 2 മാസം. അന്ന് കൂടിയതാ അവര് പോയില്ല. അതല്ല അപ്പം ഗപ്പിനിട്ടത് അറിയിപ്പോ ഓ കിട്ടോ കിട്ടോ. ഇത് ഈറ്റുകൾ തിന്നൂലേ ഇപ്പൊ? ഗപ്പിനോ എന്താണ് എല്ലാരും ഒരു അപ്പോഴും ഒറ്റയ്ക്ക് ഓക്കാണ് പേരില്ല അദ്ദേഹം പറഞ്ഞല്ലേ എന്തോ ഫിഷാടത്തെ എന്താ ഫുഡ് കൊടുത്ത് ഭക്ഷണം എന്ന് വിചാരിച്ചിട്ട് എന്നാലും നമ്മളിപ്പോ സാമ്പാർ ചോറെന്നൊക്കെ പറഞ്ഞത് എന്താ വിചാരിക്കണ്ടത്? ഒരു ഒറ്റ ഫുഡേ ഉള്ളൂ, സാമ്പാറുള്ള ചോറുള്ളൂ. ഓപ്ഷൻസ് ഉള്ള ഈ രറ്റ അഹങ്കാരല്ല പിന്നെ പറഞ്ഞിട്ട് ഇവര് ഇവരോ ഓറഞ്ചാ? ഇവളും നല്ല ബഹുമാനം. അവളും ഓളെ ഭർത്താവും അവളും ഭർത്താവ് ഏതാ? അത് ഓന്. അല്ല അത് ഓളാണ്, ഇതാണ് ആണ്. മണത്ത് മണത്ത് പോട്ട്. ആണെന്നെ ഭംഗി കൂടുതലുണ്ടാവും. ഓ കണ്ട ഇത് ഇവിടെ ഒറ്റയ്ക്കായി. ഓള് പോയി വേറെ ആളെ കൂടെ മഴ പിഴച്ചു. ആ വെള്ളക്കാരന്റെ പുറകെ പോകാം. മണത്ത് 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 പോവാതെ വർഗത്തിൽപ്പെട്ട ഇതെന്നെ കൂടെ കയ്യിലെത്തില്ല. ഇവിടെ മറ്റേ പാട്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മാറും ബ്ലോഗിൽ പെട്ടെന്ന് മറ്റേ ഇതൊക്കെയാവും ആരാധന. ഇതിനെ കണ്ടപ്പോ ഓർമ്മയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഡെക്കോറത്തിലുള്ള മീനെ ഇതിലേക്ക് ആ അപ്പൊ അതാണ് Hi guys, മുട്ടയും ബ്രെഡും മേടിച്ചു വരാം. Okay. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇപ്പം 7:30 സോ ബ്രേക്ക്ഫാസ്റ്റ് സെലിബ്രിറ്റിന്റെ വീട്ടിലേക്കാണ്. ഗേറ്റ് കാണിക്കും സെലിബ്രിറ്റി ഇതാരെ വീടാന്ന് മനസ്സിലായോ? ഇതൊക്കെ ഹൈഡ് ഔട്ട്. യേ Honey, it's honey, honey. Sugar, honey. അമ്മയ്ക്ക് ഒരു ടാസ്ക് തരട്ടെ? അയ്യോ വേണ്ട അതൊക്കെ ഒരു ടാസ്ക് തരട്ടെ? എനിക്ക് തോന്നുന്നില്ല ഇന്ന് ചോറ് കിട്ടുന്നു. സമയം ഇപ്പൊ തന്നെ 1:30 ആയില്ലേ? വാവ് ഓക്കെ 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 അതിലെത്തി ചെയ്തിട്ട് സാൻഡ്വിച്ച് ആക്കാം. ചേർക്കാം. എല്ലാം എല്ലാവരും സാൻഡ്വിച്ച് ആക്കി. ബ്രെഡ് ആൻഡ് ദിസ് എഗ് ചിക്കൻ ഓക്കെ പാൻകേക്ക് എടുത്തില്ലല്ലോ അല്ലേ? ഇതിനിടയിൽ ഒരു പാൻകേക്കും കൂടി ഞാൻ ഇട്ട് പാൻകേക്ക് ഇട്ട് like this. ഞാൻ പോസ് ഇട്ട് മല കേൾക്കാം. പാൻകേക്ക് കൂടെ ഇട്ടാൽ മധുരം കിട്ടും. നമ്മൾ മിണ്ടിയ കാര്യം ആർക്കും അറിയില്ല കേട്ടോ. രഞ്ജു ചേച്ചിൻ്റെ ഹസ്ബൻഡ് ചന്തുവേട്ടൻ ദുബായിൽ. അപ്പോൾ ചന്തുവേട്ടനെ വിളിച്ചിട്ട് നമ്മൾ സർപ്രൈസ് കൊടുക്കുകയാണ് നമ്മളിവിടെ എത്തി മിണ്ടി എന്നുള്ളത്. നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിണ്ടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് മിയക്കുട്ടിയും കിഡോയാ കേട്ടോ. ചന്തുവേട്ടൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. പക്ഷെ നമ്മൾ സംസാരിക്കണം മിണ്ടണം തന്നെ ആയിരുന്നു. ഞാൻ 2 പട്ടികൾ ചാടിയുണ്ട്. 2 പട്ടികൾ ചാടിയുണ്ട്. കൗണ്ട് ഡൗൺ ചെയ്യ് വെറുതെ. വെറുതെ. ആ. ആ. 7, 6, 5, 4,
3, 2, 1. അയ്യോ പേടിയായി. ഏതാന്നൊക്കെ ഇതെന്താ ശേഷം തിരിച്ചു വന്നിരിക്കുന്നു. നന്നായി പറയല്ലേ, ആരോട് പറയല്ലേ. പറയലേ പെട്ടെന്നൊരു ദുർബല നിമിഷത്തിൽ എല്ലാം മാറി മറിഞ്ഞു. ഇന്നലെ രാത്രി ഒരു 12 മണി. മിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഒരു കോൺവെർസേഷൻ ഉണ്ടായി രാത്രി ഫോണില്. ഏച്ചു അടിച്ചിരിക്കരുത്, ഞാൻ അടിച്ചിരിക്കരുത്. അതിലൊക്കെ സെറ്റ്. ആരോടും പറയല്ലേ, അൻകുട്ടിനോടൊന്നും പറയല്ലേ. ആരും അറിയണ്ട, ഇത് ഇങ്ങനെ മാത്രം അറിഞ്ഞാൽ മതി. സീക്രട്ട് ഗ്യാതറിംഗ്. അതെ 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 അതെ, അതാ നല്ലത് എല്ലാം കൊണ്ടും. നമ്മൾ കോഴിക്കോട് വരുന്നതിൻ്റെ തലേ ദിവസമാണ് രഞ്ജു ചേച്ചി ഏട്ടനെ വിളിക്കുന്നത്. ആ ഒറ്റ വിളി തന്നെ പിണക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു ഏട്ടനും എനിക്കും. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ കയറി. എന്നിട്ട് കോഴിക്കോട് പോയി 2 ദിവസം നമ്മൾ രഞ്ജു ചേച്ചീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടേക്ക് അജു വന്നിട്ടുണ്ടായിരുന്നു, ഗായ വന്നിട്ടുണ്ടായിരുന്നു, അപ്പു വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഞങ്ങളെ ഫ്രണ്ട്സ് ആണെങ്കിലും രഞ്ജു ചേച്ചിയായിട്ടും ക്ലോസ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ 3 കൊല്ലമായിട്ട് കാണാത്തതുകൊണ്ട് ഇവരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ചേച്ചീനെ. ഇവർ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്, ഇൻസ്റ്റയിലൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടെങ്കിൽ ഇവരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി വന്നു, നമ്മളെല്ലാവരും കൂടെ കണ്ടു. മേക്കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു കേട്ടോ, അത് ചേച്ചി തുടച്ചു കൊടുക്കുന്നത്. ആ പനി ഞാൻ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് കൊച്ചിയിലേക്ക് വന്നത്. ഭയങ്കര രസമുള്ള 2-3 ദിവസങ്ങളായിരുന്നു കോഴിക്കോട്. കുറേ കാലത്തിന് ശേഷം കാണുന്നതിൻ്റെയും ആ പിണക്കം മാറിയതിൻ്റെയൊക്കെ എല്ലാ സന്തോഷവും ഉണ്ടായിരുന്നു. മിയക്കുട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മോളെപ്പോലെയാട്ടോ. ഏച്ചി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് നമ്മൾ ഏച്ചിയുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വാവ ഉണ്ടായി, വാവനെ നമ്മളൊക്കെ തന്നെയാണ് നോക്കിക്കൊണ്ടേയിരുന്നത്. അപ്പോൾ നമുക്ക് മോളെപ്പോലെയാണ് അവള്. ഈ 3 വർഷത്തെ ഗ്യാപ്പിൽ എൻ്റെ കുട്ടി ഭയങ്കര വലിയ മോളായി, കാണാനും വലിയ മോളായി, പെരുമാറ്റത്തിലൊക്കെ വലിയ കുട്ടിയായി. അനൂപേട്ടനെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ വയനാട് ട്രിപ്പ് പോകുമ്പം അനൂപേട്ടനെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു സുരഭി ചേച്ചീൻ്റെ അവിടെ നിന്ന്. അനൂപേട്ടൻ ചന്തുവേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം നമ്മളെല്ലാവരും പണ്ട് ഒരുമിച്ച് ഹാങ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെയാണ്. ഇത് ഏട്ടൻ കോഴിക്കോട് ഒരു ജിമ്മിൽ പോകുന്നതാട്ടോ. ഏതൊരു ഇങ്ങനെ പെർ ഡേ ഒക്കെ പോവാലോ, അങ്ങനെ പോകുന്നതാ. അപ്പം നമ്മൾ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞയക്കായിരുന്നു. ജിമ്മിൽ പോണ്ട പറഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ പോണം വാശി പിടിച്ച് പോയതാണ് ഏട്ടൻ. എന്തായാലും പിണക്കൊക്കെ മാറി ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ കാണാം കേട്ടോ. ഇനി ഒരാളെ പിണക്കം കൂടി മാറാനുണ്ട്. രഞ്ജു ചേച്ചിക്ക് ഒരു അനിയത്തിയുണ്ട്, അഞ്ജു ചേച്ചി. അഞ്ജു ചേച്ചിയായിട്ട് ഞാൻ അഞ്ജു ചേച്ചിയായിട്ടും ഏട്ടൻ രഞ്ജു ചേച്ചിയായിട്ടാണ് ക്ലോസ്. അഞ്ജു ചേച്ചി പിന്നെ കുറച്ചൊരു സ്റ്റെബേൺ ആയിട്ടുള്ള ആളാണ്. ഇപ്പം ഇച്ചിരി സമയം എടുക്കും മിണ്ടാനൊക്കെ. എന്തായാലും നമുക്ക് നോക്കാം, പെട്ടെന്ന് മിണ്ടുമായിരിക്കും. അപ്പം ശരി, അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് കോഴിക്കോട് വ്ളോഗ് തന്നെയാണ്. നമ്മൾ ലിസി ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വ്ളോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വ്ളോഗിൽ ഇനി കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.